അപ്പോൾ പപ്പായും ചേമ്പുന്നുണ്ടും വെച്ചിട്ട് അതീവ രുചിയിൽ ഓർമ്മകൾ പുതുക്കുന്ന നല്ലൊരു വിഭവം ഉണ്ടാക്കിയെടുത്താലോ. അതിനായി ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. നമ്മളെ നാട്ടിലെ കറുവത്ത് അല്ലെങ്കിൽ കർമൂസ എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് ആയതിനാണ് ചെത്തിക്കളയുക. പിന്നെ നീളത്തിൽ അതിന് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചേമ്പുതണ്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ഇതേപോലെ വരിഞ്ഞെടുത്തോളി. അതും ഇതുപോലെ നീളത്തിലുണ്ട് അരിഞ്ഞിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. കണ്ടില്ല, ഈ ഒരു രൂപത്തിൽ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഒരു പകുതി തേങ്ങ ചിരണ്ടി ഇട്ടെടുക്കുക. ഒരു 5-6 ചെറുള്ളി, 2 പച്ചമുളക്, ഒരു 2 കറിവേപ്പില കൊണ്ട് ഇട്ടെടുത്തിട്ട് അതൊന്നോട്ട് ചതച്ചെടുക്കുക. പിന്നെ ഒരു മൺചട്ടി വെച്ചെടുക്കുക. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. അതിലേക്ക് കടുക്, 3 വറ്റമുളക്, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ അരിഞ്ഞ് വെച്ച പപ്പായ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. പിന്നെ നമ്മളെ ചേമ്പ് തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് ഒരു സവാള കുനുകുനാന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചതച്ചെടുത്ത തേങ്ങയും പാട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റും പാടുണ്ട് വേവിച്ചെടുക്കുക. അപ്പോൾ പപ്പായും ചേമ്പും തണ്ടും ചേർത്ത് ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഓർമ്മകൾ പുതുക്കുന്ന നല്ലൊരു വിഭവം റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.